ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെയാണ് KMPlayerൽ നിന്ന് ആഡ്സ് റിമൂവ് ചെയ്യുക എന്നാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിൽ വിൻഡോസ് ഫയർവാൾ ഓപ്പൺ ചെയ്യണം. അതിനായിട്ട് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്ത് അതിൻ്റെ സെർച്ച് ബോക്സിൽ ഫയർവാൾ എന്ന് ടൈപ്പ് ചെയ്യണം. ഫയർവാൾ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ വിൻഡോസ് ഫയർവാളിൻ്റെ ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ആ വിൻഡോയുടെ ഇടതുവശത്തായിട്ട് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വേറൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ആ വിൻഡോയുടെ ഇടതുവശത്തായിട്ട് ഇൻബൗണ്ട് റൂൾസ്, ഔട്ട് ബൗണ്ട് റൂൾസ് രണ്ട് ഓപ്ഷൻ വരും. അതിൽ ഔട്ട് ബൗണ്ട് റൂൾസ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വലതുവശത്തായിട്ട് ന്യൂ റൂൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ വേറൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ പ്രോഗ്രാം സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിക്കുക. അത് കഴിഞ്ഞ് ദ പ്രോഗ്രാം പാത്ത് എന്നൊരു ഓപ്ഷൻ വരും. അതിൽ ബ്രൗസ് എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണം. ബ്രൗസ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ KMPlayer ഏത് ഫോൾഡറിലാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്, അതായത് നിങ്ങളുടെ KMPlayerൻ്റെ റൂട്ട് ഫോൾഡർ എടുത്തിട്ട് KMPlayerൻ്റെ എക്സിക്യൂട്ടബിൾ ഫയൽ സെലക്ട് ചെയ്യണം. ഞാൻ അവിടെ കാണിച്ചു തരാം. എൻ്റെ KMPlayer ലോക്കൽ ഡിസ്ക് സിയിലാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അതിൻ്റെ റൂട്ട് ഫോൾഡർ ഇവിടെ കാണാൻ പറ്റും. അതിലെ എക്സിക്യൂട്ടബിൾ ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇനി നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. ബ്ലോക്ക് ദി കണക്ഷൻ ഡിഫോൾട്ടായിട്ട് സെലക്ട് ആയി കിടക്കുന്നുണ്ടാവും. നെക്സ്റ്റ് അടിക്കുക. അവിടെ 3 ബോക്സും ടിക്ക് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് അടിക്കുക. അത് കഴിഞ്ഞിട്ട് രണ്ട് കോളം വരും, നെയിം, ഡിസ്ക്രിപ്ഷൻ. അതിൽ നെയിമിൽ KMPlayer എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെങ്കിലും അടിക്കണം. ഞാൻ KMPlayer എന്ന് അടിക്കണം. ഡിസ്ക്രിപ്ഷനിൽ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഫിനിഷ് അടിക്കുക. അപ്പോൾ നമ്മുടെ KMPlayerലേക്കുള്ള ആഡ്സ് എല്ലാം ബ്ലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് KMPlayer ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ആഡ്സ് ഒന്നും വന്നില്ല. ഇനി ഇപ്പോൾ നമ്മുടെ KMPlayerലേക്കുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ ബ്ലോക്ക് ആയിട്ടുണ്ട്. ഒറ്റ ആഡ്സ് പോലും വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.